വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 എക്കണോമിക്സിൽ നിന്ന് ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകേണ്ടത് ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു എക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു 3-4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PPC കർവിലെ ഡിഫറെൻറ്റ് പോയിന്റ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് 3 ടൈപ്പ് ഓഫ് എക്കോണമി: മാർക്കറ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. 3 പഠിച്ചിരിക്കുക. നോർമേറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചിരിക്കാം. ദെൻ ചാപ്റ്റർ 2-ൽ നിന്നാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അനാലിസിസ് പഠിക്കണം, യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കണം. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു ബഡ്ജറ്റ് ലൈൻ, അതിന് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ്, ഇതൊക്കെ വരയ്ക്കാനുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പഠിക്കണം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കണം. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ ഡിമാൻഡിലേക്കാണ് വരുന്നത്. ഒരു സെക്കൻഡ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പഠിക്കണം കേട്ടോ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പഠിക്കണം. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നാണ് അതിനെ പറയാം. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഷുവറായിട്ട് പഠിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇതിലേക്ക് ലാസ്റ്റ് പോർഷനിലേക്ക് വരുന്ന ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, അതിൻ്റെ ഒരു പ്രോബ്ലം. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വെച്ചിട്ടൊരു പ്രോബ്ലവും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും. പിന്നെ അതിൻ്റെ ഒരു 5 ഡിഗ്രി ഉണ്ടല്ലോ, 0, ഇൻഫിനിറ്റും, 1, <1, <1, അത് നിർബന്ധമായിട്ട് പഠിക്കണം. ദെൻ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഐസോക്വാണിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. പിന്നെ നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് പ്രോബ്ലം ആണ്. അതായത് TP, MP, AP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ആ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, റിട്ടേൺസ് ടു ഫാക്ടർ, ഇങ്ങനെ കുറച്ച് ലോയും അതിൻ്റെ ആ ഗ്രാഫും വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസും അതിൽ കുറച്ച് റിലേഷൻഷിപ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കാം. പിന്നെ ചാപ്റ്റർ 4-ൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പഠിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന് ഒരു 7ഓളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് പഠിക്കണം. പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് എന്തായാലും പഠിക്കുന്നത് ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും ഗ്രാഫ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും ഗ്രാഫ് വരുന്നത് നിർബന്ധമായിട്ട് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും ഗ്രാഫ് വരുന്നത് ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ. ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഇതാണ്, ലോങ് റണ്ണിലെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയൊന്നും വേണ്ടെന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്. 5ാമത്തെ പാഠം മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പഠിക്കുന്നത് ഇക്വിലിബ്രിയം എന്താന്നുള്ള ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡ് കാണിക്കുന്ന ആ ഒരു ഗ്രാഫും ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയുടെ ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ പഠിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട, എന്നാൽ ചോദിക്കും. ഈ പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസും അതിൻ്റെ ഗ്രാഫും. ഓക്കെ, പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസ് രണ്ടും എന്താണ്, അതിൻ്റെ ഗ്രാഫ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൈസ് സീലിംഗ് വരുന്നുണ്ട്. പ്രൈസ് സീലിങ്ങും അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ് രണ്ടിൻ്റെയും ഗ്രാഫും അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം. ദെൻ മാക്രോ ആണ് പിന്നെ ഉള്ളത്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത് ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ടാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയെന്നുള്ളതാണ്. എന്തൊക്കെ കുറഞ്ഞു, എന്തൊക്കെ ഇല്ലാതെയായി എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ നിന്ന് പഠിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ പഠിക്കാം മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് സ്റ്റോക്ക് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പിന്നെ അതിൽ വരുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഓക്കെ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പഠിച്ചിരിക്കണം. പിന്നെ 3 മെത്തേഡ് ഉണ്ടല്ലോ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്, പ്രോഡക്റ്റ് എക്സ്പെൻഡിച്ചർ ഇൻകം മെത്തേഡ്, ആ 3 മെത്തേഡ് പഠിക്കാം.
പിന്നെ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്കാണ്. ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ GDP ഡിഫ്ലേറ്റർ ഉണ്ട്. GDP ഡിഫ്ലേറ്റർ പഠിക്കുക. എന്നിട്ട് GDP ഒരു നല്ലൊരു വെൽഫെയർ മെഷറായിട്ട് നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട്. 3 കാരണങ്ങളുണ്ട്. അപ്പോൾ ആ 3 കാരണങ്ങളും പഠിക്കാം. ദെൻ അടുത്തതാണ് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ വരുമ്പോൾ മണിയുടെ ഫങ്ഷൻസ് പഠിക്കാം. 3 ട്രാൻസാക്ഷൻസ്, 3 മോട്ടീവ് ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, അത് പഠിക്കാം. ദെൻ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ RBIന്റെ ഫംഗ്ഷനും നിർബന്ധമായിട്ട് പഠിക്കണം. മണി മൾട്ടിപ്ലയറിന് ഒരു ക്വസ്റ്റ്യനും പഠിച്ചു വെക്കണം കേട്ടോ. RBIയുടെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ഇതൊക്കെയാണ്, അത് പഠിക്കാം. ദെൻ ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷനിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ്, നമ്മൾ പഠിക്കുന്നത് അതിൽ നിന്ന് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ, ആഗ്രിഗേറ്റ് സപ്ലൈ കാണാൻ, രണ്ടും കൂടി ചേർത്തിട്ട് ഇക്വിലിബ്രിയം വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, MPC MPS കാണാൻ വേണ്ടിയിട്ട് അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ദെൻ ബഡ്ജറ്റ് ആൻഡ് എക്കോണമി, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമിയിൽ നിന്ന് ബഡ്ജറ്റിൻ്റെ ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പഠിക്കാം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് കമ്പോണൻസ് ആണ്. റവന്യൂ അക്കൗണ്ടിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തുണ്ടെന്നാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ചാപ്റ്റർ 6 ഓപ്പൺ എക്കോണമിയിൽ നിന്ന് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിൻ്റെ 3 ലിങ്കേജും പിന്നെ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസും പിന്നെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫിക്സഡ് എക്സ്ചേഞ്ച്, മാനേജർ ഫ്ലോട്ടിംഗ്, ഈ 3 ഈ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയും പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. എല്ലാവരും നന്നായിട്ട് എഴുതാം. എക്കണോമിക്സ് എളുപ്പമായിരിക്കും കേട്ടോ, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.